സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാത്തിരിക്കുകയാണ്. പ്രധാനമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. കാരണം 3 പാർട്ടികൾക്കും പാലക്കാട് സ്വാധീനവും സാധ്യതയും ഏറെയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലൂടെ പിടിച്ചെടുത്ത, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായി നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആർക്കും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് പ്രചരണത്തിനിറങ്ങുവാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. പാലക്കാട്ടെ സിറ്റിംഗ് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ സാധ്യതയുള്ളവരെ മത്സരിപ്പിക്കണമെന്ന ദേശീയ കമ്മിറ്റിയുടെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം ഷാഫി പറമ്പിലിനെ VD സതീശനും K സുധാകരനും ചേർന്ന് വടകരയിലെ സ്ഥാനാർത്ഥിയാക്കുന്നു. അവിടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി KK ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് MP ആയി പാർലമെൻറ്റിലേക്ക് പോകുന്നു. ആ സമയങ്ങളിൽ ഉയർന്നിരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ എന്ന E ശ്രീധരനോട് കഷ്ടിച്ച് വിജയിച്ച് കടന്നുകൂടിയ ഷാഫി പറമ്പിൽ, 3000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കടന്നുകൂടിയ ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് വടകരയിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കും. അങ്ങനെ BJPക്ക് കേരള നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുവാനുള്ള സാധ്യതയാണ് ഇവിടെ കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നത് എന്ന വലിയൊരു ആരോപണം CPM അന്ന് ഉന്നയിച്ചിരുന്നു. പിന്നീട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതോടുകൂടി RSS CPM ബന്ധം ആണ് നിലവിൽ കേരളത്തിലുള്ളത് എന്ന ഒരു മറു ആരോപണം കോൺഗ്രസ് അങ്ങോട്ടും ഉന്നയിച്ചു. രണ്ടാമത് BJPയിലേക്ക് വരുമ്പോൾ BJPക്ക് സ്വാധീനമുള്ള ജില്ലകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ടുകളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് BJPക്ക് ലഭിച്ചത്. അതിൻ്റെ പ്രധാന കാരണം പാലക്കാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ അടക്കമുള്ള ചില ജില്ലകളിലെ BJPയുടെ കടന്നുകയറ്റമാണ്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. RSS അടക്കമുള്ള BJPയോടൊപ്പം നിൽക്കുന്ന എല്ലാ പോഷക സംഘടനകളും അവിടെ വളരെ ശക്തവുമാണ്. അതുകൊണ്ട് പാലക്കാട് പിടിച്ചെടുക്കുവാൻ കഴിയും. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് പാലക്കാട് മത്സരിക്കുവാൻ പോകുന്നത് എങ്കിൽ പാലക്കാട് BJPക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന ശുഭാപ്തി വിശ്വാസം BJPക്കുണ്ട്. ഇനി CPMലേക്ക് വരുമ്പോൾ CPMന് എല്ലാ കാലത്തും ശ്രദ്ധേയമായ വോട്ടുകൾ നൽകിയിട്ടുള്ള പാലക്കാട് CPMൻ്റെ ചില വോട്ട് ബാങ്കുകളുണ്ട്. CPMൻ്റെ കോട്ടയാണ് പാലക്കാട് ജില്ല. ആ പാലക്കാട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വിജയിച്ചു കൂടാവുന്നതേ ഉള്ളൂ. അതും ചെറുപ്പക്കാരനാണെങ്കിൽ സാധ്യതകൾ ഏറെയാണ് എന്ന കണക്കുകൂട്ടലാണ് പാലക്കാട്ടെ CPM ഉള്ളതെങ്കിൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് ആദ്യം പാലക്കാട് ജില്ലാ കമ്മിറ്റി എത്തുകയും പിന്നീട് അതിന് എതിരഭിപ്രായം ഉണ്ടാകുകയും ആ സമയത്ത് കൊല്ലം MLA ആയ മുകേഷിൻ്റെ ഭാര്യ നർത്തകിയായ മേതിൽ ദേവികയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന തരത്തിലേക്കുള്ള പല ചർച്ചകളും നടക്കുന്നതിൻ്റെ ഒടുവിൽ ഇപ്പോൾ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ട എന്ന കണക്കുകൂട്ടലിലേക്കാണ് CPM എത്തി നിൽക്കുന്നത്. കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികൾ ഓരോന്നായി പുറത്തുവിടുമ്പോഴും CPM അതിലൊരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യത്തിന് പല പേരുകൾ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവരൊരു പേരിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഷാഫി പറമ്പിൽ MP ആയതിനെ തുടർന്ന് നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിൽ CPIM നിൽക്കുമ്പോൾ പാർട്ടിക്കാരനായ സ്ഥാനാർത്ഥി തന്നെ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. നേരത്തെ ജില്ലയിലെ പ്രമുഖ നർത്തകിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നേരത്തെ പാർട്ടിക്കുള്ളിൽ നടന്നിരുന്നു. നിലവിൽ ജില്ലയിൽ നിന്നുള്ള പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ മതിയെന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ആ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നതിൻ്റെ ഭാഗമായി DYFI നേതാവ് അഡ്വക്കേറ്റ് സഫ്ദർ ഷെരീഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൻ, മുൻ MLA TK നൌഷാദ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 1996 TK നൌഷാദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കോൺഗ്രസിൻ്റെ CM സുന്ദരത്തെ 596 വോട്ടുകൾക്കാണ് അന്ന് നൌഷാദ് പരാജയപ്പെടുത്തി വിജയിച്ചത്. എന്നാൽ 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ നൌഷാദ് പരാജയപ്പെടുകയായിരുന്നു. അതേസമയം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിൻ്റെ പേരും ശക്തമായ തരത്തിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. വസീഫിനെ മുന്നിൽ നിർത്തി ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം സാധ്യമാക്കണം എന്നതാണ്
പല നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി വസീഫ് പാലക്കാട് ജില്ലയിൽ ഡിവൈഎഫ്ഐ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റേത് യുവ സ്ഥാനാർത്ഥിയാണെങ്കിൽ വസീഫ് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പാലക്കാട് എന്നുള്ള വിവരം. കഴിഞ്ഞ 2 തവണയും പാലക്കാട് CPIM 3ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. 2006-ൽ KK ദിവാകരനാണ് മണ്ഡലത്തിൽ അവസാനമായി വിജയിച്ച LDF സ്ഥാനാർത്ഥി. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലാണ് വിജയിച്ചത്. അതുകൊണ്ട് ഷാഫി പറമ്പിലിന് പകരമായി അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവാണ് വരാൻ പോകുന്നത് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഇടിച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു യുവ നേതാവിനെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPIM മുൻപോട്ട് കൊണ്ടുവരണമെന്നൊരു ചർച്ച കൂടി സജീവമായി LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെയൊന്നും പാലക്കാട് വിട്ടുകൊടുക്കേണ്ട എന്ന തീരുമാനമാണ് CPMൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനഘട്ട ചർച്ചയുടെ അവസാന ഭാഗമായി വസീഫ് പാലക്കാട് MLA ആകുവാനുള്ള സാധ്യത ഏറെയാണ്.